അമേരിക്കയിൽ H-1B വിസ പ്രോഗ്രാമിനെതിരായ വികാരം ശക്തമാകുന്നതിനിടെ പുതിയൊരു ബില്ല് കൂടി US കോൺഗ്രസിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. H-1B വിസകൾ നൽകുന്നത് 3 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗമായ എലി ക്രെയിനാണ് ഇമിഗ്രേഷൻ ബില്ല് കൊണ്ടുവന്നത്. ബില്ലിന് പിന്തുണ നൽകിയ സഭയിലെ റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ 3 വർഷം കൊണ്ട് വിസ പ്രോഗ്രാമിൽ അഴിച്ചുപണി നടത്താനാകുമെന്നും വാദിക്കുന്നു. എന്നാൽ ബില്ല് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വിദേശികളെ ആശ്രയിക്കുന്ന കമ്പനികൾ എന്നിവരെ സാരമായി ബാധിക്കുമെന്നാണ് വിമർശകരുടെ വാദം. H-1B വിസ പ്രോഗ്രാമിന് 3 വർഷത്തെ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്നതാണ് അരിസോണയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായ എലി ക്രെയിൻ അവതരിപ്പിച്ച ബില്ലിലെ പ്രധാന നിർദ്ദേശം. വിദേശങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ ആശ്രയിക്കുന്ന IT കമ്പനികൾക്കും അവിടെ പഠനം പൂർത്തിയാക്കി ജോലി കാത്തിരിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാകുന്ന നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത്. നിലവിലെ നിയമവ്യവസ്ഥ പൂർണ്ണമായും പൊളിച്ചെഴുതാൻ ഈ ഇടവേള അനിവാര്യമാണെന്നാണ് ബില്ലിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. എന്നാൽ ഇത് അമേരിക്കയുടെ സാങ്കേതിക മേഖലയെ തകർക്കുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ. ബില്ല് നിലവിൽ വരികയാണെങ്കിൽ 3 വർഷത്തേക്ക് പുതിയ H-1B വിസകൾ അനുവദിക്കില്ല. ഈ കാലയളവിൽ നിലവിൽ അമേരിക്കയിലുള്ള വിസ ഉടമകൾ ഘട്ടം ഘട്ടമായി രാജ്യം വിടേണ്ടി വരും. 3 വർഷത്തിന് ശേഷം പദ്ധതി പുനരാരംഭിക്കുമ്പോൾ വിസകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാണ് തീരുമാനം. നിലവിൽ പ്രതിവർഷം 65,000 വിസകളാണ് അനുവദിക്കുന്നത് എങ്കിൽ അത് കേവലം 25,000 ആയി ചുരുക്കും. കൂടാതെ നിലവിലുള്ള പ്രത്യേക ഇളവുകളെല്ലാം റദ്ദാക്കുകയും ചെയ്യും. വിസയുടെ കാലാവധിയിലും വലിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും 6 വർഷം വരെ തുടർച്ചയായി താമസിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ പുതിയ ബില്ല് പ്രകാരം ഇത് 3 വർഷത്തെ ഒരൊറ്റ ടേം മാത്രമായി പരിമിതപ്പെടുത്തും. വിസ കാലാവധി കഴിഞ്ഞാൽ തങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമെന്ന് അപേക്ഷകർ മുൻകൂട്ടി തെളിയിക്കേണ്ടതായും വരും. തൊഴിലുടമകൾക്ക് കടുത്ത നിബന്ധനകളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരായ ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികയിലേക്ക് ലഭ്യമല്ലെന്ന് കമ്പനികൾ ഉറപ്പുവരുത്തണം. കൂടാതെ ഒരു വിദേശ തൊഴിലാളിയെ നിയമിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ഒരു വർഷ കാലയളവിൽ ഒരു അമേരിക്കൻ തൊഴിലാളിയെ പോലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല. ഏറ്റവും വലിയ സാമ്പത്തിക ഭാരം എന്നത് ശമ്പള വ്യവസ്ഥയാണ്. H-1B ജീവനക്കാർക്ക് കുറഞ്ഞത് $2 ലക്ഷം അതായത് ഏകദേശം 1.6 കോടി രൂപ വാർഷിക ശമ്പളം നൽകണമെന്ന് ബില്ല് നിർദ്ദേശിക്കുന്നു. ഇതിന് പുറമെ ഓരോ വിദേശ തൊഴിലാളിയെ നിയമിക്കുമ്പോഴും $1 ലക്ഷം ഫീസായി നൽകേണ്ടി വരും. ഇതോടെ ചെറിയ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് അസാധ്യമാകും. വിസ അനുവദിക്കുന്നതിനുള്ള നിലവിലെ ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കി ഏറ്റവും ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്നവർക്ക് മുൻഗണന നൽകുന്ന രീതിയിലേക്ക് മാറണമെന്നും ബില്ലിൽ ആവശ്യപ്പെടുന്നുണ്ട്. H-1B വിസയിലുള്ളവർക്ക് ഒന്നിലധികം കമ്പനികളിൽ ജോലി ചെയ്യാനോ സ്റ്റാഫിംഗ് ഏജൻസികൾ വഴി ജോലി നേടാനോ സാധിക്കില്ല. കുടുംബാംഗങ്ങളെ ഒപ്പം കൂട്ടുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ജോലി ചെയ്യാൻ അനുവദിക്കുന്ന OPT പ്രോഗ്രാമും H-1B ഉടമകളുടെ പങ്കാളികൾക്ക് ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന H-4 വർക്ക് പെർമിറ്റും പൂർണ്ണമായും നിർത്തലാക്കാനാണ് ബില്ലിലെ ലക്ഷ്യം. നിലവിൽ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്നതിനാൽ ഇത് നിയമമായി മാറാൻ ഇനിയും കടമ്പകൾ ഏറെയുണ്ട്.